കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഏതെങ്കിലും ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതിന് അവസരമുണ്ട്. 048428305010 എന്ന നമ്പറിൽ നേരിട്ട് വിളിച്ച് ജനകീയ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഏതെങ്കിലും ദൃശ്യങ്ങൾ അയച്ചു തരേണ്ടതുണ്ടെങ്കിൽ അതിന് അവസരമുണ്ട്. വാട്സാപ്പ് വഴി ദൃശ്യങ്ങൾ അയക്കാം. 6235968937 ഈ നമ്പറിൽ വാട്സാപ്പ് വഴി ദൃശ്യങ്ങൾ അയച്ചു നൽകാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഇന്നത്തെ വാർത്താ പകലിൽ ചർച്ചയായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മലയാള സിനിമയെ പിടിച്ചുലച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ആമുഖത്തിൽ തന്നെ മുന്നറിയിപ്പോടെയാണ് റിപ്പോർട്ട് ആരംഭിക്കുന്നത്. സിനിമാ മേഖലയിൽ അടിമുടി സ്ത്രീ വിരുദ്ധത എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. അതിക്രമം കാട്ടിയവരിൽ വലിയ താരങ്ങളുണ്ടെന്നും മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ക്രിമിനലുകളാണെന്നും പറയുന്നു. ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തവരുടെ അവസരങ്ങൾ നിഷേധിക്കുകയാണ്. ലൈംഗിക ചൂഷണങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേട്ട് ഞെട്ടിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നിഗൂഢതകൾ നിറഞ്ഞൊരാകാശം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ ഒറ്റ വാക്കിൽ ഇതിനപ്പുറമായി അവതരിപ്പിക്കാനില്ല. ലഹരിയുടെ ഉന്മാദത്തിൽ നടിമാർ താമസിക്കുന്ന മുറിയുടെ വാതിലിൽ ചെന്ന് മുട്ടുന്ന സിനിമയിലെ പുരുഷന്മാർ കേവലം കെട്ടുകഥയല്ല. പറഞ്ഞുകേട്ട കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയിലെ യാഥാർത്ഥ്യമാണെന്നാണ് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. റോൾ കിട്ടാൻ ലൈംഗിക താൽപര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നതും മലയാള സിനിമയിലെ യാഥാർത്ഥ്യം. സിനിമയിലെ അവസരത്തിന് പകരം ചോദിക്കുന്നത് ശരീരം. സിനിമയിൽ ഇഴുകിച്ചേർന്ന് അഭിനയിച്ചാൽ സിനിമയ്ക്ക് പുറത്തും അങ്ങനെയെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട്. അതിനാൽ പരസ്യമായി കിടക്ക പങ്കിടാൻ പോലും പലരും നാണക്കേടില്ലാതെ ആവശ്യപ്പെടുന്നു. അടിമുടി സ്ത്രീവിരുദ്ധത നിറഞ്ഞതാണ് മലയാള സിനിമാ മേഖല. ലൈംഗിക ചൂഷണവും ലഹരി ഉപയോഗവും മദ്യപാനവും എങ്ങനെയാണ് സിനിമാ മേഖലയിൽ നിറഞ്ഞാടുന്നതെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. സ്ത്രീകൾ നേരിടുന്ന കൊടിയ പീഡനങ്ങൾ എണ്ണിയാലൊടുങ്ങുന്നില്ല. തുടക്കക്കാരായ പെൺകുട്ടികളെ കൂടെ ഉറങ്ങാൻ വരെ നിർബന്ധിതരാക്കും. നിഷേധിച്ചാൽ പിന്നെ സിനിമാ മേഖലയിൽ അവസരമില്ല. പേടിപ്പിക്കുന്ന വസ്തുത, രക്ഷിതാക്കൾക്കും ഇത്തരം സംഭവങ്ങൾക്ക് സമ്മതം മൂളേണ്ടി വരുന്ന അവസ്ഥയുണ്ട് എന്നതാണ്. ശരീരം പ്രദർശിപ്പിക്കുന്ന രംഗങ്ങൾ ചിത്രീകരിക്കാൻ നിർബന്ധിക്കുന്നു. തുറന്നു പറഞ്ഞാൽ അവസരം ഇല്ലാതാകും. സിനിമയിൽ നിന്ന് മാറ്റി നിർത്തും. താൽപര്യങ്ങൾക്ക് വഴങ്ങാത്ത ഒരാളെ ആലിംഗനം ചെയ്യുന്ന സീൻ ഷൂട്ട് ചെയ്യിപ്പിച്ചത് 17 തവണയാണ്. റിപ്പോർട്ടിന്റെ 55-56 പേജുകളിലാണ് സിനിമയിലെ ലൈംഗിക ചൂഷണത്തിന്റെ നടുക്കുന്ന വിവരങ്ങൾ. സഹകരിക്കുന്ന നടിമാർക്ക് കോഡ് പേരുകളുണ്ട്. കോപ്പറേറ്റീവ് ആക്ടേഴ്സ് എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. അല്ലാത്തവരെ മാറ്റി നിർത്തും. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അസഭ്യവർഷവും അവസരങ്ങൾ നിഷേധിക്കലും പ്രതികാര നടപടിയുടെ കൂട്ടത്തിലുണ്ട്. വേട്ടക്കാരിൽ ഉന്നത സ്ഥാനത്തുള്ളവർ വരെയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇടനിലക്കാരായി നിൽക്കുന്നവർ വേറെയും. പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴും. സ്വകാര്യ ഭാഗങ്ങളും പോൺ ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നതും പതിവ് സംഭവം. ഇത്തരം വേട്ടക്കാർ നടിമാർക്ക് അയച്ചു നൽകിയ ലൈംഗിക ചിത്രങ്ങളുടെ തെളിവുകളും കമ്മിറ്റിക്ക് ലഭിച്ചു. പോക്സോ പോലും ചുമത്തേണ്ട കുറ്റകൃത്യങ്ങളുണ്ടെന്നും അനുഭവ സാക്ഷ്യങ്ങൾക്കിടെ വിങ്ങലുകൾ കേട്ടെന്നും റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി പറയുന്നുണ്ട്. പുറമേ കാണും പോലെ തിളക്കമല്ല. താരാകാശത്ത് മറഞ്ഞിരിക്കുന്നത് നിഗൂഢതകളുടെ ഇരുട്ടാണ്. റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ ഹേമ കമ്മിറ്റി ചുരുങ്ങിയ വാക്കുകളിൽ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. ഇനി വേണ്ടത് ക്രിമിനലുകൾ നിയന്ത്രിക്കാത്ത വിധം റിപ്പോർട്ടിന്മേലുള്ള നടപടിയാണ്. ന്യൂസ് ഡെസ്ക് 24. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സലിം മാലിക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാറും ചേരുന്നുണ്ട്. ആദ്യം സലിം മാലിക്കിലേക്കാണ്. സലിം, ആണധികാരം അതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട്, ലഹരി മാഫിയുടെ ഇടപെടൽ, ലൈംഗിക ചൂഷണം എങ്ങനെ നടക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട്, അങ്ങനെ പല വിധത്തിൽ ഇതിനെ നോക്കിക്കാണാമല്ലോ. മറ്റെന്തൊക്കെ കാര്യങ്ങൾ കൂടി റിപ്പോർട്ടിന്റെ ഭാഗമാകുന്നുണ്ട് സലിം? ഉന്മേഷ്, മലയാള സിനിമയിലെ കാര്യങ്ങളൊന്നും അത്ര സുഖകരമല്ല എന്ന് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് അറിയാവുന്നതായിരുന്നു. പക്ഷേ അത് ഇത്രയും ഭീകരമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊരു ആണധികാരത്തിൻ്റെ മേഖല എന്ന് മാത്രമല്ല, സ്ത്രീ വിരുദ്ധതയുടെ, സ്ത്രീയെ വെറും ഉപഭോഗ വസ്തുവാക്കി കണക്കാക്കുന്ന പരിഗണിക്കുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല എന്ന് വ്യക്തമാക്കുന്നതാണ്. അത് മാത്രമല്ല, അതിലൊരു പവർ കോക്കസ്, മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടവരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തലപ്പത്തുള്ളത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതിൽ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ താരാകാശത്ത് അത്ര നല്ല സുഗമമായുള്ള സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന നായക സ്വഭാവമുള്ള മനുഷ്യരല്ല ഉള്ളത് എന്നാണ്. അവരിൽ പലരും വില്ലന്മാരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ നിലയിൽ അതിക്രൂരമായ വേട്ടയാടലുകൾക്കാണ് സിനിമയിലെ പല സ്ത്രീകളും ഇരയാകുന്നത് എന്നുള്ളതാണ്.
ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മൾ ഈ 233 പേജ് പുറത്തിറങ്ങിയ 233 പേജ് വായിക്കുമ്പോൾ അതല്ലെങ്കിൽ അത് പരിശോധിക്കുമ്പോൾ സാധാരണഗതിയിലുള്ള ഇവരുടെ ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നു എന്നുള്ളതൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ ആ 233 പേജിൽ ഇങ്ങനെ നിയമവിരുദ്ധതയുടെ ഘോഷയാത്രയാണ്, സ്ത്രീവിരുദ്ധതയുടെ ഘോഷയാത്രയാണ്, ലൈംഗികതയുടെ അതിപ്രസരമാണ്. അങ്ങനെ ലൈംഗികതയും ഒപ്പം തന്നെ ലഹരിയും നിറയുന്ന മലയാള സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ നമ്മൾ അങ്ങേയറ്റം ഞെട്ടലോടുകൂടി സങ്കടത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് വായിക്കുന്നത്. കാരണം നമ്മളൊക്കെ കണ്ട് പരിചയിച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരായി നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്ന താരവിഗ്രഹങ്ങളൊക്കെ ഉടയും എന്നുള്ളതാണ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു നടൻ, ആ നടൻ നേതൃത്വം കൊടുക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതിൽ 15 പേരുണ്ട്. ആ 15 പേർ തീരുമാനിക്കും മലയാള സിനിമയിൽ ഇവർക്കെതിരെ പരാതി പറയുന്നവരുടെ വിധി എന്നുള്ളതാണ്. അതിൽ പലതും ആ നിലയിൽ തന്നെ അടുത്ത സിനിമ ഇല്ലാതാക്കുക, സിനിമ കരിയറെ അവസാനിപ്പിക്കുക, മാത്രമല്ല അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, വീട്ടുകാരെ ഉൾപ്പെടെ അപായപ്പെടുത്തുക, അങ്ങനത്തെ സംഭവങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അങ്ങനെ അത്രയധികം ഭയത്തോടെയാണ് ഇത്തരത്തിൽ തുറന്നു പറച്ചിലുകൾ നടത്തുന്നവർ കഴിയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല തുറന്നു പറയാതെ ഇവരോട് സഹകരിക്കാത്തവരുണ്ട്, അവരോടും പ്രതികാര നടപടിയാണ്. സെറ്റിൽ പട്ടിണിക്കിടന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലുമുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളായ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്നുള്ള അതിഗുരുതരമായ കണ്ടെത്തൽ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെയുള്ളവരെ പട്ടിണിക്കിടുകയും പച്ചവെള്ളം പോലും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് പോലെയുള്ള കൊടും ക്രൂരതകളുണ്ട് എന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. മാത്രമല്ല സിനിമയുമായി ബന്ധപ്പെട്ട് ഈ സഹകരിക്കാത്തവർ പിറ്റേ ദിവസം സെറ്റിൽ വരുമ്പോൾ തങ്ങളോട് മോശമായി പെരുമാറിയ വലിയ വലിയ നടന്മാരൊക്കെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവിടെ ആ സെറ്റിൽ നിൽക്കുന്നു. ഇവരാകട്ടെ വലിയ പ്രതിസന്ധിയിലൂടെ വരികയും ആലിംഗന ഷോട്ടുകളൊക്കെ 17 തവണ റീടേക്ക് എടുത്ത സാഹചര്യമുണ്ട്. അത് ഒരു പിഴവുമില്ലാഞ്ഞിട്ടും 17 തവണ ആലിംഗന ഷോട്ടുകൾ റീടേക്ക് എടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊരു നടി വെളിപ്പെടുത്തിയതായി പറയുന്നുണ്ട്. മാത്രമല്ല പലപ്പോഴും ഈ നടിമാർ അല്ലെങ്കിൽ സാങ്കേതിക പ്രവർത്തകരായ വനിതകൾക്കുണ്ടായ മോശം അനുഭവം അത് ഹേമ കമ്മിറ്റിയെ പോലും ഞെട്ടിക്കുന്ന അസ്വസ്ഥതയുണ്ടാക്കുന്ന വിവരങ്ങളായിരുന്നു അവർ പങ്കുവച്ചത് എന്നതുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ളതാണ്. ആ നിലയിൽ അങ്ങനെ ഒരു ലഹരിയുടെയും സ്ത്രീ വിരുദ്ധതയുടെയും ഘോഷയാത്ര ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. മാത്രമല്ല അത്ര സുഖകരമായ ഒന്നുമല്ല സിനിമാ മേഖലയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നിയന്ത്രിക്കാൻ ഇനി എന്ത് ഇടപെടലുകൾ നടത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സർക്കാരിൻ്റെ മുൻപിൽ ഇപ്പോഴുള്ളത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് 1 ട്രൈബ്യൂണൽ രൂപീകരിക്കുക എന്നുള്ളതാണ്, 2 ഒരു സിനിമാ കോൺക്ലേവ് നടത്തുക എന്നുള്ളതാണ്, 3 സിനിമാ നയം രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഈ സിനിമാ നയം എന്നുള്ളത് ഏറെക്കാലമായി നമ്മൾ കേൾക്കുന്നതാണ്, പക്ഷേ അത് രൂപീകരിച്ച് കണ്ടിട്ടില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. അതെങ്ങനെ രൂപീകരിക്കുമെന്നുള്ള ഒരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. സിനിമാ കോൺക്ലേവ് എങ്ങനെ നടത്തുമെന്നുള്ളൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. കാരണം ഇതിൽ തന്നെ വലിയ പവർ ഗ്രൂപ്പിലെ തന്നെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ താരസംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്, വലിയ അധികാരമുള്ളവരാണ്. അവർക്കെതിരെയാണ് ഈ റിപ്പോർട്ടുള്ളത്. ആ റിപ്പോർട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതേ താരസംഘടനയുമായി ചർച്ച ചെയ്ത് വലിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തന്നെ നടപ്പിലാക്കേണ്ടതുണ്ട്. WCC ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട്, അവരുമായി ചർച്ച നടത്തേണ്ടതുണ്ട്. അങ്ങനെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അമ്മ, ഫെഫ്ക, മാക്ട, ഒപ്പം തന്നെ WCC തുടങ്ങിയ വിവിധ സംഘടനകളുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമേ ആ കോൺക്ലേവ് സാധ്യമാകൂ എന്നുള്ളൊരു വലിയ പ്രശ്നം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. അവരെല്ലാം ഒരേ മനസ്സോടുകൂടി സ്വീകരിച്ചാൽ ആ കോൺക്ലേവ് സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പിന്നീട് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു സിനിമാ നയം രൂപീകരിക്കുക എന്നുള്ളതാണ്. ICC ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ നടപ്പാക്കേണ്ടതുണ്ട്. ഉന്മേഷ്, ശരി, സലീം തുടരുക. ഇപ്പോൾ ഒട്ടേറെ പ്രേക്ഷകർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. നന്മയുടെ പരിവേഷത്തിൽ നിറഞ്ഞാടിയ നടന്മാർ, ഇവരൊക്കെയാണല്ലോ എല്ലാവരും നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്നത് എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. യൂട്യൂബിൽ പലവിധ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്ന റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചു ഇത്രയും കൊല്ലം എന്നുള്ളതാണ്. അത് പ്രതിപക്ഷത്തിന്റെ ഒരു പൊതുവികാരമായി മാറുന്നുണ്ട്. S. വിജയകുമാർ കൂടി ഇപ്പോൾ ചേർന്നു. വിജയകുമാർ, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ മലയാള സിനിമ സ്വയം നവീകരിക്കപ്പെടുമെന്ന് കരുതാനുള്ളൊരു സാഹചര്യമില്ലല്ലോ. അപ്പോൾ സർക്കാരിന്റെ ഇടപെടലാണ് പ്രധാനപ്പെട്ടത്. അതിന് ഇനിയുള്ള കടമ്പകൾ എന്തൊക്കെയായിരിക്കും വിജയകുമാർ? ഉന്മേഷ്, ഇതിൽ നിയമപരമായ ഇടപെടലാണ് അനിവാര്യമാകുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗത്ത് ജസ്റ്റിസ് K. ഹേമ ഒരു പരാമർശം നടത്തുന്നുണ്ട്. രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമത്തിനും ഇടമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സംഘമാണ് സിനിമാ സെറ്റുകളിൽ ഉള്ളത് എന്ന് വെച്ചാൽ അവിടെ എന്തുമാകും, ഒരു നിയമവും ബാധകമല്ല. അവിടെ ആരെന്തു കുറ്റം ചെയ്താലും അവർക്കെതിരെ നടപടിയെടുക്കാനോ അവരെ ചോദ്യം ചെയ്യാനോ ആരുമില്ലാത്ത ഒരു ലോകം. അതാണ് ഈ സിനിമാ സെറ്റുകൾ എന്ന് പറയുന്നത്. അതാണ് ജസ്റ്റിസ് K. ഹേമ അവർക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു കാര്യം കൂടി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് പറയുന്നുണ്ട്. FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കേണ്ടുന്ന നിരവധി വിഷയങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട കാര്യം, നിയമവിരുദ്ധമായ കാര്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നടക്കുന്നുണ്ട് സിനിമയിൽ എന്നത് അവിടെ പഠനം നടത്തി അവിടെ പഠിച്ച് അവിടുത്തെ വിഷയങ്ങൾ വിശദമായി പരിശോധിച്ച സർക്കാർ നിയോഗിച്ച കമ്മിറ്റി
കണ്ടെത്തിയിരിക്കുകയാണ്. 2019 ഡിസംബർ 31 ആ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നേരിട്ട് റിപ്പോർട്ട് കൊടുത്തതാണ്. കാലം ഇത്രയും വർഷം കഴിഞ്ഞു, അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് തന്നെയല്ല, അതിഗുരുതരമായ സാഹചര്യം. ഇപ്പോൾ നമുക്കറിയാം ഈ ലൈംഗിക അതിക്രമം പോലെയുള്ള പ്രശ്നങ്ങൾ, അതിൽ ഈ മൊഴി കൊടുത്തിരിക്കുകയാണ്. അതിനിരയാക്കപ്പെട്ടവർ ഈ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി കൊടുത്തിരിക്കുകയാണ്. ആ മൊഴി അടക്കമാണ് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ. ആ മൊഴി അടക്കമുണ്ട്, അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളുണ്ട്. ആര്, എവിടെ, എപ്പോഴെന്നതൊക്കെ അതിൽ വിശദമായി പറയുന്നു. ഓഡിയോ വീഡിയോ എവിഡൻസ്, തെളിവുകൾ ഈ റിപ്പോർട്ടിനൊപ്പം കമ്മിറ്റി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമ്പൂർണ്ണമായ ഒരു അന്വേഷണം നടത്തിയ റിപ്പോർട്ടാണ് സർക്കാരിൻ്റെ കൈവശമുള്ളത്. നമുക്കറിയാം, മാധ്യമ പ്രവർത്തകർ നമ്മളൊക്കെ ഈ റിപ്പോർട്ട് പുറത്തു കിട്ടുമോ എന്നത് സംബന്ധിച്ച് വലിയ അന്വേഷണം നടത്തി. അതിൽ ഒടുവിൽ വിവരാവകാശ നിയമപ്രകാരം അതിന്മേൽ അപേക്ഷ കൊടുക്കുന്നു. കമ്മീഷൻ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിടുന്നു. അതിനുശേഷം കോടതിയിലേക്ക് ചിലരെത്തുന്നു. ഇതുമായി ബന്ധമില്ലാത്തവരും ബന്ധമുള്ളവരും ഒക്കെ കോടതിയിലേക്ക് എത്തുന്നു. റിപ്പോർട്ട് പുറത്തു വരുന്നത് തടയാൻ നടത്തിയ ശ്രമങ്ങൾ പിന്നീട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇന്നിപ്പോൾ അതിന് ഏറ്റവും ഒടുവിൽ അത്തരമൊരു ശ്രമത്തെ തകർത്തുകൊണ്ട് കോടതി അതിന്മേൽ കൂടുതൽ വാദത്തിനില്ല, റിപ്പോർട്ട് പുറത്തുവിടണം എന്ന നിലപാടെടുത്തു. അപ്പോൾ ഈ ആളുകളുടെ പേരും അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെ ഒഴിവാക്കി 233 പേജുകൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ 233 പേജുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എത്ര ഗുരുതരമായ നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഈ മേഖലയിൽ നടക്കുന്നത് എന്നത്. അപ്പോൾ ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നുണ്ട്, മറ്റൊരു തൊഴിൽ മേഖലയിലും ഇത്രയും കൊടിയ ലൈംഗിക ചൂഷണം നടക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണം അവർ പറയുന്നത്, ഒരു ഡോക്ടറിനോ ഒരു എഞ്ചിനീയർക്കോ ഒരു ടീച്ചറിനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആ തരത്തിൽ ജോലി ചെയ്യേണ്ട ഒരാൾക്കോ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അച്ഛനെയോ അമ്മയെയോ സഹോദരനെയോ കൂടെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ട ഗതികേട് ഉണ്ടാകുന്നില്ല എന്നത്. നോക്കൂ, എത്ര ഗുരുതരമായ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ഒരു നടിക്ക് അവരുടെ സിനിമാ സെറ്റിലേക്ക്, അവരുടെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് അവരുടെ കുടുംബത്തിലെ ഒരു മുതിർന്ന ആളിനെ, അച്ഛനെ അല്ലെങ്കിൽ സഹോദരനെ കൊണ്ടുപോകേണ്ടി വരുന്നത്? അവർക്ക് അവിടെ സുരക്ഷയില്ല എന്നതുകൊണ്ടാണ്. സുരക്ഷയില്ലാത്ത സാഹചര്യം പറയുന്നുണ്ട്. അവർ താമസിക്കുന്ന ഹോട്ടലിൽ രാത്രി ഈ ആളുകളുടെ എന്ന് വെച്ചാൽ താരങ്ങളെ മാത്രമല്ല പലരുണ്ട്, അവരുടെ വാതിൽ മുട്ടുന്നു. അത് ഒരു സമയത്ത് അത് വാതിൽ പൊളിച്ചകത്ത് കടക്കുമോ എന്ന് ഭയം അവർക്കുണ്ടാകുന്നു. ലഹരിയുടെ അങ്ങേയറ്റത്തെ ഉന്മാദാവസ്ഥയിലായിരിക്കും ഈ പുറത്ത് ഈ ഇടിക്കുന്ന വാതിൽ ചവിട്ടി പൊളിക്കാൻ തുടങ്ങുന്ന ആളുകൾ എന്നവർ പറയുന്നു. അത്തരം സാഹചര്യങ്ങൾ സഹിക്കാൻ വയ്യാതെ വരുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഒരാളെ ഈ ലൊക്കേഷനിലേക്ക് ഒപ്പം കൂട്ടുന്നത് എന്നാണ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. കമ്മിറ്റി ഇത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ എത്രയെത്രയോ സംഭവങ്ങൾ. ഇപ്പോൾ ഒരു നടി ഒരു മൊഴി കൊടുത്തതിനെ പറ്റി കമ്മിറ്റി പറയുന്നത്, അതിന് തലേന്ന് ആ താരവുമായി ഒരു ആർട്ടിസ്റ്റുമായി അങ്ങേയറ്റം മോശമായ സാഹചര്യം ഉണ്ടാകുന്നു. അയാളുടെ ഇംഗിതത്തിന് ആവശ്യങ്ങൾക്ക് വഴങ്ങാതെ അവർക്ക് അതിനെ ചെറുക്കേണ്ടി വരുന്നു. പിറ്റേന്ന് അങ്ങനെ ഒരു ദിവസം മുഴുവൻ ഏറ്റുമുട്ടി ആ താരത്തോടൊപ്പം അയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വരുന്നു ഈ വനിതാ താരത്തിന്. അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ്. ടേക്കുകൾ ഓക്കെ ആവുന്നില്ല. 17 തവണ റീടേക്ക് എടുക്കേണ്ടി വന്നു. സംവിധായകൻ അവരെ ശകാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതേ മാനസികാവസ്ഥയിൽ ഈ മെയിൽ ആർട്ടിസ്റ്റ് അവരോട് ബിഹേവ് ചെയ്യുന്നു ലൊക്കേഷനിൽ എന്നാണ് അവർ പറയുന്നത്. അതൊക്കെ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴിയായി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ, അവർക്ക് ലഭിക്കുന്ന വീഡിയോകൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ എത്ര മോശമായാണ് ഈ താരങ്ങളെ സഹപ്രവർത്തകരായ ആളുകൾ കാണുന്നത് എന്നതിൻ്റെ തെളിവാണ്. ഇപ്പോൾ താരങ്ങൾ മാത്രമല്ല, സംവിധായകരുണ്ട്, നിർമ്മാതാക്കളുണ്ട്, സാങ്കേതിക പ്രവർത്തകർ, അങ്ങനെ ഒരു നിര തന്നെ ഇവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുണ്ട്. ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം സിനിമയിലേക്ക് എത്തുന്നവരുണ്ട് എന്നാണ് കമ്മിറ്റി കണ്ടെത്തി അതിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുക അല്ലെങ്കിൽ സഹകരിക്കുക, ഈ 2 വാക്കുകളാണ് മലയാള സിനിമയിലെ വനിതാ താരങ്ങൾ എപ്പോഴും ഓർത്തു വയ്ക്കേണ്ടതെന്നാണ് കമ്മിറ്റി പറയുന്നത്. അപ്പോൾ നിരന്തരമായി ഒരു വനിത സിനിമയുടെ ഭാഗമാകുമ്പോൾ എത്തുന്ന ഡേ 1 മുതൽ ഇതാണ് അവർ കേൾക്കേണ്ടത്: വിട്ടുവീഴ്ച ചെയ്യണം, സഹകരിക്കണം. അപ്പോൾ ഇത് ശീലമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ വന്ന ആളുകൾ, താരങ്ങളൊക്കെ വലിയ ആളായത് അവർ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്തും സഹകരിച്ചുമാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കുകയാണ്. അത് ഈ പുതിയ ജനറേഷനിലേക്കൊക്കെ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവരൊക്കെ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തു, ആ വഴിയിലൂടെ നിങ്ങളും പോകണം, അങ്ങനെയാണെങ്കിൽ നിങ്ങളും വലിയ വലിയ താരങ്ങളാകും, വലിയ വലിയ ആളുകളാകും എന്ന് പറയണം. അപ്പോൾ മലയാള സിനിമയെ പറ്റി ഇവർ ഈ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു സന്ദേശവും അതുതന്നെയാണ്. അവിടെയാണ് കമ്മിറ്റി പറയുന്നത്, FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ട, നിയമ നടപടി പോകേണ്ടെന്ന
എത്രയോ സംഭവങ്ങൾ ഇതിനോടകം ആ കമ്മിറ്റിക്ക് മുൻപാകെ വന്നിട്ടുണ്ട്. അതൊക്കെ 2019 ഡിസംബർ 31 തന്നെ 2020 തന്നെ മുഖ്യമന്ത്രിയുടെ പക്കൽ കൊടുത്ത റിപ്പോർട്ടിലുണ്ട്. പക്ഷേ നമ്മളെ അതിശയിപ്പിക്കുന്നത് ഇത്രയും ഗുരുതരമായ നിയമലംഘനങ്ങൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ലൈംഗിക ചൂഷണത്തിൻ്റെ മൊഴികളടക്കം ഇരയാക്കപ്പെട്ടവർ പറഞ്ഞതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ സർക്കാരിൻ്റെ പക്കൽ ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ ഒരു നടപടി എടുക്കാതെ പോകുന്നത്? ഇപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ അറിഞ്ഞു കേട്ടാൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം എന്നതാണ് നമ്മളുടെ നിർഭയ കേസിന് ശേഷമുള്ള രാജ്യത്തെ ഒരു സാഹചര്യം എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഇത്രയും ക്ലിയറായ വ്യക്തമായ തെളിവുകളടക്കം സർക്കാരിൻ്റെ മുന്നിൽ ഒരു റിപ്പോർട്ടായി വന്നിട്ടും ഇതുവരെ നടപടി ഉണ്ടായില്ല. ഇപ്പോഴിതാ ഒരു കോൺക്ലേവിനെ പറ്റി പറയുന്നു. കോൺക്ലേവ് ആണോ ഒരു ട്രിബ്യൂണലാണോ ആദ്യം വേണ്ടത് എന്നൊരു വലിയ ചോദ്യമുണ്ട്. അപ്പോൾ ഈ പരാതികളൊക്കെ, ഈ മൊഴികൾ ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് നൽകിയത് അത് സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുമുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇത്രയും ആളുകൾ തുറന്നു പറഞ്ഞത്. അപ്പോൾ ഒരു ട്രിബ്യൂണൽ, അതുപോലെ ഒരു ട്രിബ്യൂണൽ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു നിയമപരമായി ഇടപെടൽ നടത്താം, അവർ സുരക്ഷിതയായിരിക്കുമെന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ആ ട്രിബ്യൂണലാണ് ആദ്യം വേണ്ടതെന്ന് കമ്മിറ്റി പറയുന്നു. അത് പറഞ്ഞത് 4 വർഷം മുമ്പാണ്. പക്ഷേ ട്രിബ്യൂണൽ ഇല്ല. നമ്മളിപ്പോൾ കേൾക്കുന്നത് എന്തോ കോൺക്ലേവ് വരാൻ പോകുന്നു എന്നാണ്. അതാണോ ആദ്യം വേണ്ടതെന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. നടപടിയെടുക്കാൻ ഇത്രയും കാലം എന്തുകൊണ്ട് വൈകി, അതെന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു എന്ന ചോദ്യം സർക്കാരിന് മുന്നിലേക്ക് വരുന്നുണ്ട്. അതിൽ തൃപ്തികരമായ മറുപടി നിർഭാഗ്യവശാൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഉന്മേഷ്. എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. വിജയകുമാർ തുടരുക. പ്രേക്ഷകർ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തുവിടാത്ത പേജുകളാണ് കാണേണ്ടത്, ബാക്കിയുള്ളതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ, കുറ്റം ആര് ചെയ്താലും പേര് പുറത്തു വരേണ്ടതല്ലേ എന്നുള്ള തരത്തിൽ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതിയുള്ള ശ്രദ്ധ പരിപാടിയിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവർ അതിക്രൂരമായ പ്രതികാര നടപടി നേരിടുന്നുവെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പ്രതികരിക്കുന്നവരെ നശിപ്പിക്കാനായി മാത്രം പ്രത്യേക കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. താരങ്ങളുടെ ആരാധകരുടെ ഭീഷണി ഭയന്ന് മിണ്ടാതിരിക്കുന്നവരും ഏറെ എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. മലയാള സിനിമയിലെ ഞെട്ടിക്കുന്ന പിന്നാമ്പുറ കഥകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. മോശം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുന്നവരെ നശിപ്പിക്കാനായി മാത്രം പ്രത്യേക കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. ഉപദ്രവിക്കാൻ പല വഴികളുണ്ട്. പരാതി പറയുന്നവർക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപവും തൊഴിൽ നിഷേധവും. മോശം ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാണ് പ്രധാന ആക്ഷേപം. അശ്ലീല ഭാഷയിൽ ഓൺലൈൻ ആക്രമണവും സജീവം. താല്പര്യത്തിന് വഴങ്ങാത്തവരെ റീടേക്കുകൾ എടുത്ത് ഉപദ്രവിക്കും. ആലിംഗന രംഗം 17 തവണ ഷൂട്ട് ചെയ്യേണ്ടി വന്ന മോശം അനുഭവം ഒരു നടി കമ്മിറ്റിക്ക് മുന്നിൽ വെളിപ്പെടുത്തി. സ്ത്രീയുടെ ശരീരത്തെ മോശമായ രീതിയിൽ വർണ്ണിച്ചുള്ള പരിഹാസങ്ങൾ മറ്റൊരു പ്രതികാര രീതി. ജീവന് വരെ ഭീഷണി ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളുമുണ്ടെന്ന് ചില നടിമാർ മൊഴി നൽകി. WCCയിൽ അംഗത്വമെടുത്തതുകൊണ്ട് മാത്രം സിനിമയിൽ നിന്നും പുറത്താക്കാൻ ശ്രമം നടന്നെന്ന് ചില നടിമാർ വെളിപ്പെടുത്തി. പുരുഷന്മാർക്കും പ്രതികാര നടപടിയെന്നോണം വിവേചനം നേരിടേണ്ടി വരുന്നു. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ വിലക്കുന്നതാണ് രീതി. ഉപദ്രവം പുറത്തു പറഞ്ഞാൽ കുടുംബം തകർക്കാൻ വരെ ശേഷിയുള്ളവരാണിവരെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു. പട്ടിണിക്കിട്ടുള്ള പ്രതികാരവും സിനിമാ സെറ്റുകളിലുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ പലരും ജൂനിയർ ആർട്ടിസ്റ്റുകളാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. തിന്മയ്ക്കെതിരെ നേരിനു വേണ്ടി നിൽക്കുന്ന നായകൻ്റേതാണ് സിനിമയ്ക്കകത്തെ പ്രതികാരം. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്കെതിരെയാണ് സിനിമയ്ക്ക് പുറത്തെ പ്രതികാരം. അമ്പോ എന്തൊരു വിചിത്രം. സലിം മാലിക്, 24, തിരുവനന്തപുരം. WCCയുടെ പ്രതികരണം കൂടി വരുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് പോരാട്ടത്തിന്റെ ഭാഗം എന്നാണ് വിമനിൻ സിനിമാ കളക്ടീവ് വ്യക്തമാക്കുന്നത്. സിനിമാ വ്യവസായത്തിൽ ലിംഗഭേദം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ റിപ്പോർട്ട് സിനിമാ ചരിത്രത്തിൽ ആദ്യമെന്നും WCC ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നു. വിഷ്ണു സുരേഷ് ഉണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് WCCയുടെ പ്രതികരണം? ഉന്മേഷ, ചരിത്ര പോരാട്ടത്തിന്റെ വിജയം എന്ന ഈ പ്രതികരണത്തെ വിശേഷിപ്പിക്കാം. കാരണം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയെ കണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് വുമൺ കളക്ടീവ് സംസാരിച്ചു. അതിന് പിന്നാലെയാണ് ഈ കമ്മിറ്റി രൂപീകരണം ഉണ്ടായത്. പിന്നീട് റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെതിരെയും ഈ വുമൺ കളക്ടീവ് പലതവണ രംഗത്ത് വന്നാണ്. ഏറ്റവും ഒടുവിൽ കോടതിയിലെത്തി അവർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ന് ആ റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിൽ ഇത് ആത്മാഭിമാനമുള്ള സ്ത്രീകളുടെ വിജയ പോരാട്ടം എന്ന് വിലയിരുത്താവുന്ന തരത്തിലേക്ക് തങ്ങളുടെ പോരാട്ടം ഉയർന്നു എന്നവർ പറയുന്നു. ഒപ്പം അവർ സർക്കാരിനോട് ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണം. അതിന് പൂർണ്ണ പിന്തുണ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഒപ്പം മാധ്യമങ്ങൾക്കും വനിതാ കമ്മീഷനും ഈ കമ്മിറ്റി അംഗങ്ങൾക്കും ഈ വുമൺ കളക്ടീവ് നന്ദി പറയുന്നുണ്ട്. ചരിത്രത്തിലാദ്യമായാണ് മലയാള സിനിമയിലെ ലിംഗഭേദത്തെ കുറിച്ച് തുറന്നു കാട്ടുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ തുറന്നു കാട്ടുന്ന ഒരു രേഖ ഉണ്ടാകുന്നത്. അത് മുന്നോട്ടുള്ള ചൈത്രയാത്രയ്ക്ക് ഊർജ്ജം പകരും എന്നുള്ളതാണ് വുമൺ കളക്ടീവിന്റെ വിലയിരുത്തൽ.
വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എസ് വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. വിജയകുമാർ, റീന സതീശൻ പറയുന്ന ഒരു പ്രതികരണമുണ്ട്. പവർ ടീം എന്ന് പറയുന്ന 15 അംഗങ്ങളുടെ പേര് പുറത്തുവിടണം, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്തവരെ നമ്മൾ സംശയിക്കേണ്ടി വരും. ഇത് മലയാള സിനിമയിലെ ഒരു പൊതുപ്രവണത എന്നുള്ള നിലയ്ക്ക് വിലയിരുത്തപ്പെടുമ്പോൾ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വിജയകുമാർ, ഉന്മേഷ്, ഇതിലിപ്പോൾ ധാരാളം പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തുകൊണ്ട് റിപ്പോർട്ടിലെ പേരുവിവരങ്ങൾ പുറത്തുവിടുന്നില്ല. പ്രമുഖ നടൻ, പ്രമുഖ സംവിധായകൻ, പ്രമുഖ നിർമ്മാതാവ് എന്നൊക്കെ പറയുന്നു. യഥാർത്ഥത്തിൽ ഇത് കോടതിയിൽ വരികയും കോടതി ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി നടത്തുകയും ചെയ്തതിന് ശേഷമാണ് ഇത്രയെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതിൽ ഈ താരങ്ങളൊക്കെ കൊടുത്ത മൊഴി, അതിൻ്റെ പരിശോധന, അതിൻ്റെ വിശദാംശങ്ങൾ, ഇതൊക്കെ റിപ്പോർട്ടിൻ്റെ ഭാഗം തന്നെയാണ്. സർക്കാരിൻ്റെ പക്കലുണ്ട്. അത് പുറത്തുവിടുന്നതിന്, അത് പുറത്തേക്ക് കൊടുക്കുന്നതിന് വിവരാവകാശ നിയമപ്രകാരം പോലും പരിമിതിയുണ്ട്. കാരണം പരാതി അല്ലെങ്കിൽ ഈ മൊഴി കൊടുത്ത ആളുകളുടെ സ്വകാര്യത, അവരുടെ സുരക്ഷിതത്വമൊക്കെ സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് സിനിമയിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് സിനിമ എന്ന്. പക്ഷേ അതിനപ്പുറത്തേക്ക്, സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ അപ്പുറത്ത് വലിയ അധോലോകവും മാഫിയ സംഘങ്ങളും ഒക്കെ ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഈ പരാതി പറഞ്ഞാൽ, മൊഴി കൊടുത്താൽ കുടുംബം പോലും തകർത്ത് കളയുന്ന തരത്തിൽ ഇടപെടൽ നടത്തുന്ന ഒരു കോർ ഗ്രൂപ്പ് അതിലുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 10-15 ആളുകൾ ഉള്ള ഒരു സംഘം, അവർക്ക് ഇപ്പോൾ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കമ്മിറ്റിയൊക്കെ നിയന്ത്രിക്കുന്നത് അവരാണത്രേ. അപ്പോൾ നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നുണ്ടായിരുന്നു, ഇത് പരിശോധിക്കാൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഈ പരാതി പരിശോധനാ സംഘത്തെ നയിക്കുന്നത് ചില പുരുഷ താരങ്ങളായിരുന്നു അത്രേ. അപ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ. പേരിന് ഇത്തരം കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു, അവിടേക്ക് പരാതികൾ വരുന്നില്ല. നിയമപരമായി ഒരു നടപ്പാക്കേണ്ട ഒരു സംഗതി എന്ന നിലയിൽ അത്തരം ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന 15 ആളുകൾ വരുന്ന ഒരു വലിയ സംഘം. അവർ അടക്കി ഭരിക്കുകയാണ് സിനിമയെ. ഏതാണ്ട് ഒരു തരം മാഫിയ അധോലോക പ്രവർത്തനമാണ്. ലഹരി ഉപയോഗത്തെപ്പറ്റി പറയുന്നുണ്ട്. ലഹരി ഉപയോഗം അങ്ങേയറ്റമാണ്. യുവ താരങ്ങൾ, പുതിയ താരങ്ങളൊക്കെ അതിലൊരു വലിയ വിഭാഗം, മുഴുവൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഒരു വലിയ വിഭാഗം ഈ ലഹരിക്ക് അടിമകളാണ് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. സെറ്റിൽ മദ്യം അടങ്ങുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചെത്തുന്നവരുടെ എണ്ണം കൂടുതലാണ്. അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, എത്രയോ വലിയ വലിയ പ്രശ്നങ്ങളെപ്പറ്റി ഈ റിപ്പോർട്ടിൽ ജസ്റ്റിസ് ഹേമ കണ്ടെത്തി അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ സുരക്ഷിത യാത്ര, സെറ്റിൽ നിന്ന് താമസ സ്ഥലത്തേക്കുള്ള യാത്ര, അതിലൊന്നും ഒരു സുരക്ഷിതത്വമില്ല. വാഹനം ഓടിക്കുന്നത് ആരാണ് എന്ന് പോലും അറിയില്ല. അവർ മദ്യപിച്ചിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു തരത്തിലും ഒട്ടും സുരക്ഷിതമല്ലാത്ത തൊഴിൽ സാഹചര്യം, അതാണ് മലയാള സിനിമ എന്നത് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ഏറ്റവും ചുരുങ്ങി നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അവിടെ നടക്കുന്ന കൊടിയ ചൂഷണത്തിൻ്റെ, വലിയ ലൈംഗിക പീഡനത്തിൻ്റെ ഒക്കെ മുഴുവൻ വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. പറയാൻ പറ്റുന്നവർ, ഇത് പറഞ്ഞാൽ അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പ് ലഭിച്ചവർ അത് കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞിട്ടുണ്ട്. കുറേ അധികം ആളുകളുടെ പേരടക്കം ആ റിപ്പോർട്ടിൽ ഉറപ്പായും ഉണ്ട്. അത് സംശയിക്കേണ്ടതില്ല, അങ്ങനെ ഒരു ഉറപ്പുണ്ട്. നമ്മൾ പ്രമുഖൻ എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, നമുക്കും അങ്ങനെ പറയാൻ കഴിയൂ. കാരണം നിയമപരമായി ഹൈക്കോടതിയുടെ ഉത്തരവ് അനുസരിക്കുക, വിവരാവകാശ കമ്മീഷൻ്റെ തീരുമാനങ്ങൾ അനുസരിക്കുക, അതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. 2019 വന്ന റിപ്പോർട്ട് എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഇത് സർക്കാരിൻ്റെ കൈവശം മാത്രമുള്ള റിപ്പോർട്ടാണ്. അത് പുറത്തുവിടണമെങ്കിൽ അത് വിവരാവകാശ നിയമപ്രകാരം മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. അതായിരുന്നു ഈ നാളുകളിൽ നടത്തിയത്. അതിനൊടുവിലാണ് ഇത്രയും വിവരങ്ങളെങ്കിലും ഈ പൊതുജനങ്ങളിലേക്ക് അറിയാനുള്ള അവകാശം എന്നത് നിയമമാക്കിയ രാജ്യത്തിൽ ഇത്രയും വിവരങ്ങളെങ്കിലും നമുക്ക് നൽകാൻ കഴിയുന്നു. ഓർക്കണം, ഏതാണ്ട് 1 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ഈ കമ്മിറ്റി പ്രവർത്തിച്ചതെന്നാണ് നമ്മൾ റിപ്പോർട്ടുകളിൽ നിന്ന് കണ്ടത്. അപ്പോൾ അത്രയും പണം മുടക്കി ഒരു കമ്മിറ്റി വരുന്നു, ആ കമ്മിറ്റി പ്രവർത്തിക്കുന്നു, അത് വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നടത്തുന്നു. എന്തുകൊണ്ട് ഈ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന തോന്നൽ നമ്മുടെ ഭരണ നേതൃത്വത്തിന്, രാഷ്ട്രീയ നേതൃത്വത്തിന് ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മളെ ഈ ഘട്ടത്തിൽ അത്ഭുതപ്പെടുത്തുന്നതും അതിശയിപ്പിക്കുന്നതും. അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ താരസംഘടനയുടെ പ്രതികരണം നേരത്തെ നടൻ സിദ്ദിഖിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം പറയുന്നത് ഈ റിപ്പോർട്ട് പഠിച്ചിട്ട് അതിൻ്റെ തുടർ നടപടികൾ തീരുമാനിക്കണം, സർക്കാരുമായി സഹകരിക്കും. പതിവ് പ്രതികരണങ്ങളാണ് ഇപ്പോഴേ ഈ സമാനമായ ഏത് പ്രസ്താവന ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ വിവരം വരുമ്പോഴും ഉണ്ടാകുന്ന ഒരു പതിവ് പ്രതികരണത്തിനപ്പുറത്തേക്കൊന്നും ഉണ്ടായില്ല. നമുക്കറിയാം, ഈ സിനിമാ മേഖലയിലെ സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം കൂടുതലാണ് എന്ന വിവരം, എന്ന പരാതി, എന്ന ആരോപണമൊക്കെ ഉയർന്ന ഘട്ടത്തിൽ സെറ്റുകളിൽ പോലീസ് പരിശോധന നടത്തും എന്നൊരു തീരുമാനമുണ്ടായി. 1-2 ഇടത്ത് പരിശോധന നടക്കുകയും അതിൽ പിന്നീട് അത് വലിയ പ്രതിഷേധം അക്കാര്യത്തിൽ ഉണ്ടാവുകയും അത് നടക്കാതെ പോവുകയും ഒക്കെ ചെയ്ത് നമ്മളുടെ കൺമുന്നിൽ കണ്ടതാണ്. നേരത്തെ
സിനിമാ മേഖലയിലെ ആളുകളുടെ ലഹരി ഉപയോഗത്തെപ്പറ്റി ഒരു നടൻ ചില പരാമർശങ്ങൾ നടത്തി. ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് പിന്നീട് അതിൽ പ്രതികരണങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടതിനേക്കാൾ അറിഞ്ഞതിനേക്കാൾ ഒക്കെ വലിയ സമ്മർദ്ദ ശക്തിയായി സിനിമയിൽ ഒരു വിഭാഗം നിലകൊള്ളുന്നു. അതിൽ താരങ്ങളുണ്ട്, സംവിധായകരുണ്ട്, നിർമ്മാതാക്കളുണ്ട്, സാങ്കേതിക പ്രവർത്തകരടങ്ങുന്ന അടങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് വളരെ വൈകിയാണെങ്കിലും ഈ റിപ്പോർട്ടിന്മേൽ എന്തെങ്കിലും തുടർ നടപടിയിലേക്ക് ക്രിയാത്മകമായ കൺസ്ട്രക്റ്റീവായ എന്തെങ്കിലും തുടർ നടപടിയിലേക്ക് പോകാൻ സർക്കാരിന് കഴിയുമോ എന്നതാണ് ഈ വൈകുന്നേരം ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം. ഇപ്പോൾ കമ്മിറ്റി പറഞ്ഞത് ട്രിബ്യൂണലാണ്. ഇപ്പോൾ ട്രിബ്യൂണലിൻ്റെ ഒരു പ്രത്യേകത അതൊരു ജുഡീഷ്യൽ ഒരു ഭാഗികമായിട്ടെങ്കിലും ഒരു ജുഡീഷ്യൽ സംവിധാനമാണ്. ഒരു 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 ദുരന്തം നേരിട്ട അല്ലെങ്കിൽ ഒരു അതിക്രമത്തിന് ഇരയായ ഒരാൾക്ക് അവിടെ പോയി പറയാനുള്ള ഒരു വേദിയാണ്. അത് അവരുടെ സുരക്ഷിതത്വം അവിടെ ഉറപ്പാകും എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ടാകും. അപ്പോൾ അത്തരമൊരു വേദി ഉണ്ടാവുക, അവിടെ വരുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുക, നിയമപരമായ ഇടപെടൽ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും അനിവാര്യമായി വേണ്ടത്. ചലച്ചിത്ര നയത്തെക്കാളൊക്കെ ഒരു പക്ഷേ അനിവാര്യത അതാണ് എന്ന് പലരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിജയകുമാർ, ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. ഇപ്പോൾ പ്രേക്ഷകർ കരുതുന്ന 24-അടക്കം വെല്ലുവിളിക്കുന്ന പേരുകൾ നിങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നുള്ള എന്നുള്ള തരത്തിലാണ്. നിയമപരമായി അതിനുള്ള സാധ്യത നിലവിലില്ലല്ലോ, അതനുസരിച്ച് മാത്രമല്ലേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പ്രേക്ഷകർക്ക് തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു കാര്യത്തിൽ. അതെ, അതാണ് ഉന്മേഷ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മളുടെ കയ്യിൽ ആ പേരുകളൊക്കെ ഉണ്ട്, അത് പുറത്തുവിടാത്തതാണ് എന്ന മട്ടിലാണ് അത്തരം പ്രതികരണങ്ങൾ വരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ പേരുകൾ ഔദ്യോഗികമായി പുറത്തുവിടാൻ കോടതിയുടെ അനുമതിയോ വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷൻ്റെ അനുമതിയോ ഇല്ല. ഏതാണ്ട് 233 പേജുകളോ മറ്റോ ആണ് ഈ റിപ്പോർട്ടിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. അതിലെ പല പാരഗ്രാഫുകളും ഒഴിവാക്കിയിട്ടുണ്ട്, പല മൊഴികളും ഒഴിവാക്കിയിട്ടുണ്ട്, പല മൊഴികളുടെയും ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കിയെന്ന് വെച്ചാൽ അതെല്ലാം ആ റിപ്പോർട്ടിലുണ്ട്. അതൊക്കെ സർക്കാരിൻ്റെ പക്കലുണ്ട്, നിയമപരമായി തീരുമാനമെടുക്കേണ്ട അതോറിറ്റികളുടെ പക്കലുണ്ട്. മാധ്യമങ്ങളിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് തടസ്സമുള്ളത്. അതിൽ 2-3 പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ഇതിൽ മൊഴി കൊടുത്ത പലരും അവരുടെ സുരക്ഷ ഉറപ്പാണെന്നും അവരുടെ മൊഴി പുറത്തു വരില്ല എന്ന് വെച്ചാൽ അത് ജനങ്ങളിലേക്കല്ല എത്തുക, സർക്കാരിലേക്ക്, അധികാരികളിലേക്ക് നിയമപരമായ നടപടികൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ള ഉറപ്പിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി കൊടുത്തത്. ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നതിന് അതുകൂടി പറയണമല്ലോ, ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നതിന് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ജസ്റ്റിസ് ഹേമ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഇതിലെ പബ്ലിക് ഹിയറിങ്ങിൻ്റെ സമയത്ത് ആളുകൾ വരാതിരുന്നത് തന്നെയുമല്ല, ഈ കമ്മിറ്റിക്ക് മുൻപാകെ പോയവർ അവർക്കൊക്കെ എതിരെ ഉണ്ടായ സമൂഹ മാധ്യമ ഇടപെടൽ, ഈ താരങ്ങളുടെ ആരാധകരെന്ന് പറയുന്ന ആ ഗ്രൂപ്പ് നടത്തിയ സൈബർ ആക്രമണം. ഇപ്പോൾ താരങ്ങൾ മാത്രമായിരിക്കില്ല, അതിൽ സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ അവരവരുടെ സംഘങ്ങളെ വെച്ച് ആക്രമിച്ചിട്ടുണ്ടാകും, നമുക്കറിയില്ല. അതൊക്കെ ഈ കമ്മിറ്റിയും അത് എടുത്തു പറയുന്നുണ്ട്. ആ നിലയിൽ വലിയ പ്രതിസന്ധി നേരിട്ടവരാണ് ഇതിലെ ഈ മൊഴി നൽകിയവർ. അവരുടെ സ്വകാര്യത, അവരുടെ സുരക്ഷ അതുകൂടി നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. നാളെ അധികാരികൾക്ക് മുൻപാകെ ഈ മൊഴി കൊടുക്കാൻ അവർക്ക് ആത്മവിശ്വാസം കൂടി നൽകേണ്ടതുണ്ട്. അതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പേരുവിവരം നൽകാത്തത്, ആ പേരുവിവരം ആ കമ്മിറ്റി റിപ്പോർട്ടിൽ മാത്രമാണുള്ളത്. അത് വിവരാവകാശ നിയമപ്രകാരം മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ മാധ്യമങ്ങൾക്ക് അത് നൽകേണ്ടതില്ല എന്ന് കോടതിയുടെ ഉത്തരവ് കൂടിയുണ്ട്. അനുവദിക്കാൻ, അത് പുറത്തുവിടാൻ പറ്റുന്ന ഭാഗങ്ങൾ മാത്രമേ കോടതിയും പുറത്തുവിടാൻ അനുവദിച്ചിട്ടുള്ളൂ എന്നതുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം. അതല്ലാതെ പ്രമുഖ എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് അത്രയുമേ പുറത്തു വന്നിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെയാണ്. ശരി, എസ് വിജയകുമാറാണ് ഉറക്കെ നൽകിയത്. സലീം മാലിക് തിരുവനന്തപുരത്തും തുടരുന്നുണ്ട്. സലീം, ഇനിയും സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണല്ലോ അറിയേണ്ടത്. സിനിമാ നയം, കോൺക്ലേവ് എന്നൊക്കെ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനം വരുന്നുണ്ട്. പ്രതിപക്ഷമാകട്ടെ ഇത്ര നാളും ഇതെന്തുകൊണ്ട് സർക്കാർ പൂഴ്ത്തിവെച്ചു എന്നുള്ള ചോദ്യം ഉയർത്തുന്നുണ്ടോ? ഒപ്പം പ്രതിപക്ഷ നേതാവ് ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേക സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നിയോഗിക്കണമെന്നതുൾപ്പെടെ. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥതയോടെയുള്ളൊരു സമീപനം വരും ദിവസങ്ങളിൽ ഇനി പ്രതീക്ഷിക്കണം, അങ്ങനെ കരുതാമോ സലീം? ഉന്മേഷ്, ഇനി പ്രതീക്ഷിക്കണമെന്നല്ല, ഇനിയെങ്കിലും പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് നമുക്കത് പറയാനുള്ളത്. കാരണം 2017 നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഈ ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത്. അതിനുശേഷം 2019 6 മാസത്തിനകം തന്നെ ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ചൊരു റിപ്പോർട്ട് സമർപ്പിക്കും എന്നായിരുന്നു ആദ്യഘട്ടത്തിലുള്ള അറിയിപ്പ്. പക്ഷേ അത് 2 വർഷത്തിലധികം സമയമെടുത്തിരുന്നു. അതിനൊടുവിൽ 2019 ഡിസംബർ 31 ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. അങ്ങനെ ആ തുടക്കം മുതൽ തന്നെ ഇഴഞ്ഞു നീങ്ങിയിരുന്നൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 4.5 വർഷം അതിനിടയിൽ ഇത് റിപ്പോർട്ട് പുറത്തു വരണമെന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അതിന് തടസ്സഹർജിയുമായി പോയത് തന്നെ ഈ സർക്കാരാണ്. സർക്കാർ പോവുകയും മാത്രമല്ല റിപ്പോർട്ട് വിശദമായി പഠിക്കണം എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ റിപ്പോർട്ടൊക്കെ വിശദമായി പഠിച്ച് 4.5 വർഷം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് വിശദമായി പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെന്തുകൊണ്ട് എന്നതൊക്കെ ഒരു വലിയ ചോദ്യമാണ്. ആരെ സംരക്ഷിക്കാൻ എന്നതുൾപ്പെടെയുള്ള വലിയ ചോദ്യമാണ്. മാത്രമല്ല
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് തടസ്സമില്ല എന്ന നിയമോപദേശം ലഭിച്ചിട്ടും സർക്കാർ അത് പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അത് വലിയ വിമർശനം സർക്കാരിന് നേരെ ഉയർന്നതിന് പിന്നാലെയാണ് റിപ്പോർട്ട് സർക്കാരും പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സർക്കാർ തന്നെ നടത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഉറപ്പായും അതിൽ പ്രതിപക്ഷത്തിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, സർക്കാരിൻ്റെ തന്നെ ഭാഗമായുള്ളവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, സിനിമാ മേഖലയിലുള്ളവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുമായൊക്കെ കൂടിയാലോചന നടത്തിക്കൊണ്ട് തന്നെയാവും ആ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ്. അതല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അലയൊലികൾ നിൽക്കുന്നത് വരെ പുറത്തുവിടുമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അനന്തമായി അത് നീട്ടിക്കൊണ്ടു പോകുമോ എന്നത് നമുക്കറിയില്ല. കാരണം ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ICC ഉൾപ്പെടെ രൂപീകരിച്ചെങ്കിലും കൃത്യമായി പല സിനിമാ സെറ്റുകളിലും അങ്ങനെ സംവിധാനമേ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള പരാതി നേരത്തെ തന്നെയുണ്ട്. വളരെ ചുരുങ്ങിയ സെറ്റുകളിൽ മാത്രമാണ് അതിൽ ആ നിലയിലുള്ള ഒരു ICC രൂപീകരിച്ചിട്ടുള്ളത്. അതല്ലാതെ പേരിന് മാത്രം ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ICC എന്ന നിലയിലാണ് പലയിടത്തും ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. മാത്രമല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പരാതി പറയുമ്പോൾ പോലും ഭീഷണി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അതിക്രൂരമായ, അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെയുണ്ട്, അതിക്രൂരമായ സൈബർ അധിക്ഷേപം, ലൈംഗിക അധിക്ഷേപം, ഒരു സ്ത്രീ ശരീരത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള അധിക്ഷേപം, അങ്ങനെ പല വിധത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളാണ് സ്ത്രീകൾ തന്നെ നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്മിറ്റികളൊക്കെ ഫലപ്രദമായി എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും, സർക്കാരിൻ്റെ മേൽനോട്ടം എല്ലാ സിനിമാ സെറ്റിലും ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. നേരത്തെ തന്നെ സിനിമാ സെറ്റുകളിൽ കയറിയുള്ള ലഹരി ഉപയോഗത്തിൻ്റെ പരിശോധന ഇടയ്ക്കൊന്ന് നടത്തിയിരുന്നു. പക്ഷേ അതിനെതിരെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ നടന്നതോടുകൂടി അതപ്പാടെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ നിരന്തരമായി ഈ സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം, പ്രത്യേകിച്ചും യുവതാരങ്ങളിൽ പലർക്കുമിടയിൽ ആ നിലയിലുള്ള ലഹരി ഉപയോഗം ഉണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി വലിയ ഇടപെടലുണ്ടാവണം. പ്രത്യേകിച്ചും സംസ്ഥാനത്തേക്ക് ഒഴുകുന്ന ഒരു ലഹരിയുടെ വലിയ പങ്ക് സിനിമാ മേഖലയിലേക്കാണെന്നുള്ള കണ്ടെത്തലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ആ നിലയിൽ അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം, അതിൻ്റെ വേരെങ്ങനെ അറുക്കണം എന്നതുൾപ്പെടെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ, അത് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമാന്തരമായ ഒരു അധോലോകം തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കേണ്ടത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണെന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. കാരണം സിനിമാ മേഖലയിൽ ആത്മാർത്ഥമായി കലയെ സ്നേഹിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അതിലൊരു ചെറിയ വിഭാഗം, അതല്ലെങ്കിൽ ഒരു 10-20% പേരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു മേഖല അപ്പാടെ വലിയ വിഷയത്തിലേക്ക്, അതല്ലെങ്കിൽ എല്ലാം മോശം എന്ന നിലയിലേക്ക് ഇപ്പോൾ തന്നെ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടി ആത്മാഭിമാനം സംരക്ഷിക്കാൻ സിനിമാ മേഖലയിൽ കൊള്ളാവുന്ന ഇടപെടൽ നടത്തി തന്നെ ഈ കാര്യങ്ങൾ പരിഹരിക്കണം. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലെ ചെറിയ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ അതിനുള്ളിൽ നിന്ന് തന്നെയുള്ളവർ മുൻകൈ എടുക്കണമെന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും പ്രശ്നം ഈ നിലയിലുള്ള ഈ സിനിമാ മേഖലയിലെ പ്രശ്നക്കാരെന്ന് പറയുന്നവർ അതിൻ്റെ മേഖലയിലെ തലപ്പത്തുള്ളവരോ സ്വാധീനമുള്ളവരോ ആണ് എന്നുള്ളതാണ് ഈ കണ്ടെത്തൽ. ഒരു സിനിമയിൽ നിന്ന് ആരെ ഒഴിവാക്കാം, ആരെ എടുക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയ ആജ്ഞാശക്തിയുള്ളവരാണ് ഈ പവർ ഗ്രൂപ്പ് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ആ 233 പേജിലുമുള്ളത് ഇവർക്കെതിരെയുള്ള ഗുരുതരമായ പരാമർശങ്ങൾ. ആ പരാമർശങ്ങളിൽ തങ്ങളില്ല എന്ന് തെളിയിക്കാൻ ഇനി സിനിമാക്കാർ എന്തായാലും വല്ലാതെ പാടുപെടുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. മാത്രമല്ല നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സിനിമാ മേഖലയിൽ നിന്ന് പുറത്തു വന്ന പ്രതികരണങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ ഒന്നും സംഭവിക്കാനില്ല എന്ന്, പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ഭാഗം കൂടിയായ MLA മുകേഷ് കൂടി അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാലും ഒന്നും സംഭവിക്കാനില്ല എന്നൊരു പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്രയും ഗുരുതരമായ, അത്രയും സ്ത്രീവിരുദ്ധമായ പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിന്റെ സാരാംശം. അതുകൊണ്ട് എന്തായാലും ആ വിഷയത്തിൽ ഞങ്ങളില്ല എന്നെങ്കിലും ബോധിപ്പിക്കാൻ, അതല്ലെങ്കിൽ തെളിയിക്കാൻ സിനിമാ മേഖലയിലുള്ളവർക്കും ഇനി പണിപ്പെടേണ്ടി വരും. ഉന്മേഷ്. സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. സംവിധായകൻ വിനയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വരുന്നുണ്ട്. മലയാള സിനിമ എന്നും നിയന്ത്രിക്കുന്ന പ്രമുഖരെ, ദയവായി നിങ്ങളുടെ മനസ്സാക്ഷിയുടെ കണ്ണാടിയിലേക്കൊന്ന് നോക്കൂ, നിങ്ങളുടെ മുഖം വികൃതമല്ലേ എന്നുള്ള ചോദ്യം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ നടൻ ആസിഫ് അലിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്കാണ് ഇനി. ഞാൻ 2:30 ഫ്ലൈറ്റിനാണ് കണ്ണൂർ ലാൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തും 3:30 മണിയായി. എനിക്ക് ന്യൂസ് കാണാനേ സമയം കിട്ടിയിട്ടില്ല. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്കും സഹപ്രവർത്തകർക്കും സഹപ്രവർത്തകയ്ക്കും എല്ലാവർക്കും ഈക്വലായിട്ടുള്ള സേഫ്റ്റിയും എല്ലാ കാര്യങ്ങളും നമ്മൾ അഷ്വർ ചെയ്യണം. അപ്പം എനിക്ക് പേഴ്സണലി ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ല. അതിന് കൃത്യമായ ഒരു ധാരണ കിട്ടിയതിന് ശേഷം ഞാൻ പ്രതികരിക്കുന്നതായിരിക്കും. എന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഇതിന് അഗെയിൻസ്റ്റായിട്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് റിപ്പോർട്ട് കൊടുത്ത എല്ലാവരുടെയും കൂടെ തന്നെ നമ്മളെല്ലാവരും ഉണ്ട്. അതെന്താണെന്ന് തീർച്ചയായിട്ടും സോർട്ട് ഔട്ട് ചെയ്യാനും അതിനു വേണ്ടിയ തീരുമാനങ്ങൾ എടുക്കാനും പറ്റട്ടെ.
തീർച്ചയായിട്ടും അത് എന്താണെന്ന് പഠിക്കണം, മനസ്സിലാക്കണം. അതിനുശേഷമായിരിക്കും എല്ലാവരും പ്രതികരിക്കേണ്ടത്. നമുക്ക് കിട്ടിയ ഒരു ചെറിയ ഒരു ധാരണ വെച്ചിട്ട് ആളുകൾ പ്രതികരിക്കാതിരിക്കുക, കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തട്ടെ. അതിനുശേഷം ഇപ്പോൾ സിദ്ദീഖ ഓൾറെഡി പ്രതികരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എത്തിയതിനു ശേഷം ഉന്നത തലത്തിൽ നിന്ന് അവർ പ്രതികരിക്കട്ടെ. പക്ഷേ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ ആയിരിക്കും എല്ലാ സമയവും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേ ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. വലിയ ചൂഷണം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഈ മാധ്യമരൊക്കെ വലിയ ചൂഷണത്തിന് വിധേയരാകുന്നു. അറിയില്ല. മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘം എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. 15-അംഗ മാഫിയ സംഘത്തിന്റെ തലവൻ മലയാള സിനിമയിലെ പ്രമുഖനാണ്. മലയാള സിനിമയിലെ ഒരു നടൻ ഈ പവർ ഗ്രൂപ്പിനെ മാഫിയ സംഘം എന്ന് വിശേഷിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലൈംഗിക ചൂഷണവും ലഹരി ഗ്രൂപ്പുകളും വിഹരിക്കുന്ന മലയാള സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നത് ഒരു മാഫിയ സംഘമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. സംവിധായകരും നടന്മാരും നിർമ്മാതാക്കളും ഉൾപ്പെടെ 15 പുരുഷന്മാരടങ്ങുന്ന പവർ ഗ്രൂപ്പ്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് മലയാള സിനിമ പോകുന്നത്. ഒരു പ്രമുഖ നടനാണ് പവർ ഗ്രൂപ്പിന്റെ തലവൻ. അയാളെ എതിർക്കുന്നവരെ സിനിമാ രംഗത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കും. മലയാള സിനിമയിലെ മറ്റൊരു നടനെ 15 പേരടങ്ങുന്ന ഈ പവർ ഗ്രൂപ്പ് ബാൻ ചെയ്തു. സിനിമയിൽ നിന്നും വിലക്കിയ നടൻ സീരിയലെത്തിയെങ്കിലും അവിടെയും പവർ ഗ്രൂപ്പുകളാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. ആരെയും മാറ്റി നിർത്താനും പുറത്താക്കാനുമുള്ള അധികാരം ഈ മാഫിയ സംഘത്തിനുണ്ട്. അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന തെറ്റുകൾ പോലും പവർ ഗ്രൂപ്പ് തലവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രതികാര നടപടി അനുഭവിക്കേണ്ടി വരുമെന്നും മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. പവർ ഗ്രൂപ്പ് മാഫിയ സംഘത്തിന് താല്പര്യമില്ലാത്ത ഒരു പ്രമുഖ സംവിധായകനെ വിലക്കുകയും ആ സംവിധായകന്റെ സിനിമകളിൽ ജോലി ചെയ്യുന്ന സാങ്കേതിക പ്രവർത്തകരെ ഉൾപ്പെടെ പരസ്യമായി വിലക്കുകയും ചെയ്തു. എഗ്രിമെന്റുകൾ പോലും കാറ്റിൽ പറത്തുന്ന രീതിയിൽ മാഫിയ സംഘം അഴിഞ്ഞാടുകയാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. മലയാള സിനിമയിലെ ഒരു വിഗ്രഹമാണ് ആ പവർ ഗ്രൂപ്പിന്റെ തലവനെന്ന ഉറപ്പ്. അവരുടെ പ്രതികാരാഗ്നിയിൽ കരിയർ തന്നെ നശിച്ചുപോയ പലരുമുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയാതെ പറയുന്നു. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിലെ ദുരന്ത ബാധിതരുടെ വായ്പകൾക്ക് 1 വർഷം മൊറട്ടോറിയം പ്രഖ്യാപിച്ച ബാങ്കേഴ്സ് സമിതി. ഇന്ന് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കൃഷിയിടവും കൃഷിയും നശിച്ചവരുടെ വായ്പ എഴുതിത്തള്ളാനും നിർദ്ദേശമുണ്ട്. അക്കൗണ്ടിലെത്തിയ അടിയന്തര ധനസഹായത്തിൽ നിന്ന് EMI പിടിച്ച സംഭവത്തിൽ കേരള ഗ്രാമീൺ ബാങ്ക് ഖേദം പ്രകടിപ്പിച്ചു. വയനാട്ടിലെ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ വലിയ യുവജന പ്രതിഷേധമാണ് ഇന്ന് ഉണ്ടായത്. രാവിലെ 7 മണിയോടെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ കൽപ്പറ്റ റീജിയണൽ ഓഫീസിന് മുൻപിൽ സമര പരമ്പര. ആദ്യം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഉപരോധം തുടങ്ങിയത്. ഇതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും മാർച്ചുമായി എത്തി. സർക്കാർ ധനസഹായമായ 10,000 രൂപയിൽ നിന്ന് EMI പിടിച്ചതിൽ മാപ്പ് പറയണമെന്ന് യുവജന സംഘടനകൾ. ഇതിന് തയ്യാറാകാതെ വന്നതോടെ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് മാറി. ആദ്യം 3 പേരിൽ നിന്നാണ് EMI പിടിച്ചതെന്ന് പറഞ്ഞ ബാങ്ക് അധികൃതർ പ്രതിഷേധം കടുത്തതോടെ പണം പിടിച്ച എല്ലാവർക്കും ബുധനാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു നൽകുമെന്ന് ഉറപ്പു നൽകി. ഗ്രാമീൺ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഖേദപ്രകടനം. ദുരന്തബാധിത പ്രദേശങ്ങളിലുള്ളവരുടെ 7 തരത്തിലുള്ള ലോണുകളിലേക്ക് പിടിച്ച സംഖ്യയും ബുധനാഴ്ച 28-24 ബാങ്ക് തിരിച്ചു കൊടുക്കുന്നതാണ്. കൂടാതെ ഇടപാടുകാർക്ക് ഇതുമൂലം വന്ന ബുദ്ധിമുട്ടുകളിൽ ബാങ്ക് ഖേദം പ്രകടിപ്പിക്കുന്നു. ബാങ്കിന്റെ ഭാഗത്തു നിന്ന് തുടർ മാസങ്ങളിൽ ലോണിലേക്ക് തുക ഒന്നും ഈടാക്കുന്നില്ല. ഇന്ന് നടന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ ദുരന്തബാധിതരുടെ വായ്പകൾക്ക് 1 വർഷം മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ദുരന്തമുഖത്തെ വായ്പകളാകെ എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വായ്പ എടുത്തവര് പലരും ഇല്ലാതായിരിക്കും. ആ ഭൂമിയിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കും. അപ്പൊ ആകെ ചെയ്യാവുന്ന കാര്യം ആ പ്രദേശത്തുള്ള വായ്പ ആകെ എഴുതിത്തള്ളുക എന്നുള്ളതാണ്. എഴുതിത്തള്ളുമ്പോൾ സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിലപാടുണ്ട്, അത് സർക്കാർ നൽകുക എന്നുള്ളതാണ്. ഇതിൽ ആ നില സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എന്റെ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അംഗീകരിച്ച സമിതി മരണമടഞ്ഞവരുടെ വായ്പാ കണക്കുകൾ എടുക്കാൻ തീരുമാനിച്ചു. ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ അത് നമ്മൾ ബാങ്കുകളും കണക്കെടുത്ത് അവരുടെ ബോർഡിൽ പ്രസന്റ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു ഇത് റെക്കമെൻഡ് ചെയ്ത് അത് വിജയിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യണം എന്ന് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ലീഡ് ബാങ്കായ കാനറയിലേക്കും സ്വകാര്യ ലോൺ ഇടപാട് സ്ഥാപനങ്ങളിലേക്കും വയനാട്ടിൽ AIYF-ഉം RYJD പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. ചൂരൽമലയിൽ ഇന്നും ഫയർഫോഴ്സിന്റെയും NDRF-ന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടന്നു.
സമരച്ചൂടിലൂടെയാണ് ഇന്ന് വയനാട് കടന്നുപോയത്. വായ്പകൾ എഴുതിത്തള്ളണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും അതിൽ ബാങ്കുകളുടെ അനുഭാവപൂർവമായ നിലപാടും ചെറുതല്ലാത്ത ആശ്വാസമാണ് ദുരന്ത ബാധിതർക്ക്. ഒറ്റ രാത്രി കൊണ്ട് സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരാണ്. ഉച്ചവരെ ഉരുളുകൊണ്ടുപോയവരാണ്. ബാങ്കുകൾ മാത്രമല്ല, ഓരോ സ്ഥാപനങ്ങളും അവർ ആശ്രയിച്ചിരുന്ന ഓരോ വ്യക്തികളും അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? ടീം 24 വയനാട്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജന കഴുതലസ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഓണക്കാലമാകാൻ പോകുന്നു. ഇത്തവണയും മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രം ഓണക്കിറ്റ് നൽകാനാണ് സപ്ലൈകോയുടെ തീരുമാനം. കിറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ ഉൾപ്പെടുത്തണം എന്നത് ഉടൻ തീരുമാനിക്കും. സെപ്റ്റംബർ ആദ്യ വാരത്തോടെ സംസ്ഥാനത്ത് ഓണച്ചന്തകൾ ആരംഭിക്കും. മുൻഗണനാ വിഭാഗത്തിലുള്ള 5,87,000 മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണയും ഓണക്കിറ്റ് നൽകാനാണ് സപ്ലൈകോ തീരുമാനം. ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കായി 60,000-ഓളം ഓണക്കിറ്റും നൽകും. ഇതിനായി 35 കോടിയോളം രൂപ ചെലവ് വരുമെന്നാണ് സപ്ലൈകോയുടെ വിലയിരുത്തൽ. പിങ്ക് കാർഡ് ഉടമകൾക്കും മുൻഗണനേതര വിഭാഗങ്ങൾക്കും കിറ്റ് വിതരണം ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി നിലവിലില്ല. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലുള്ള പ്രതിസന്ധി ഇത്തവണ കിറ്റ് വിതരണത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളും വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഓണച്ചന്തകൾ അടുത്ത മാസം 4-ാം തീയതിയോടെ തുടങ്ങും. 14 ജില്ലകളിലും താലൂക്ക് അടിസ്ഥാനത്തിൽ ഓണച്ചന്തകൾ ഉണ്ടാകും. 13 ഇന അവശ്യ സാധനങ്ങളും ഓണച്ചന്തകൾ വഴി വിതരണം ചെയ്യും. ധനവകുപ്പ് നിലവിൽ അനുവദിച്ച 225 കോടി രൂപ കൊണ്ടാണ് ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. ഓണച്ചന്തകൾക്കും വിപണി ഇടപെടലിനുമായി 600 കോടി രൂപയെങ്കിലും വേണമെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ ആവശ്യം. 250 കോടി അനുവദിച്ചെങ്കിലും ഇത് തികയില്ലെന്നും സപ്ലൈകോ ചൂണ്ടിക്കാട്ടുന്നു. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദുർബല വിഭാഗങ്ങൾക്ക് മാത്രമായി ഓണക്കിറ്റ് നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. എല്ലാവർക്കും ഓണക്കിറ്റ് നൽകാൻ തടസ്സമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. കഴിഞ്ഞ കോവിഡ് കാലത്ത് നൽകിയ കിറ്റിൻ്റെ കുടിശ്ശിക പോലും റേഷൻ കട വ്യാപാരികൾക്ക് ഇതുവരെയും നൽകിയിട്ടില്ല. വി എ ഗിരീഷ്, 24, തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന് വെട്ടേറ്റു. മുരളി എന്നയാൾക്കാണ് പരിക്കേറ്റത്. ഇടുക്കി സ്വദേശി ഡിൻഡോ അറസ്റ്റിലായിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. വിഷ്ണു സുരേഷ് ഉണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇതെപ്പോഴാണ് ഈ സംഭവം? എന്താണ് ഈ ആക്രമണത്തിന് പിന്നിൽ? വിഷ്ണു. ഉന്മേഷ്, ഇന്ന് ഉച്ചയ്ക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം. 2 സ്ത്രീകളുമായി തുടങ്ങിയ തർക്കമാണ്. പിന്നീട് അത് മുരളിയും ടിൻഡോയും ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് ഇരുവരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. ഇതിനിടയിലാണ് മുരളി ടിറ്റോയെ ആക്രമിക്കുന്നതിന് വേണ്ടി വാക്കത്തി ഉയർത്തിയത്. ഇതിനിടയിൽ ടിറ്റോ ഈ വാക്കത്തി വാങ്ങി മുരളിയെ ഓടിച്ചിട്ട് വെട്ടുകയായിരുന്നു. അതിക്രൂരമാണ് ആ ദൃശ്യത്തിൽ നിന്ന്. ഈ ആക്രമണം എത്രത്തോളം ക്രൂരമായ ആക്രമണം ആ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ്. ഈ ഗുരുതരമായി പരിക്കേറ്റ മുരളിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതിയായ ടിറ്റോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ സ്ഥിരം ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളാണ്. പക്ഷേ ഇത്തരത്തിൽ വാക്കത്തി ഉപയോഗിച്ചുള്ള വെട്ടിലേക്ക് പോകുന്നത് ആദ്യമാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ആലുവ പരിസരത്ത് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന ഉൾപ്പെടെ നടത്തുന്ന ആളുകളാണ് ഇരുവരുമെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതന്റെ അക്കൗണ്ടിൽ നിന്ന് ഈടാക്കിയ പണം തിരികെ നൽകി കേരള ഗ്രാമീൺ ബാങ്ക്. മഞ്ഞച്ചേരി സ്വദേശി സിജോ തോമസിനാണ് പണം തിരികെ നൽകിയത്. സിജോ തോമസിന് ദുരിതം 24 വാർത്ത നൽകിയിരുന്നു. ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ തകർത്താണ് കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടിയത്. പലർക്കും വീടും സമ്പാദ്യവുമെല്ലാം നഷ്ടമായി. വരുമാനമാർഗമായിരുന്ന കടമുറി ഉരുളെടുത്ത് നിസ്സഹായനായി നിന്നപ്പോൾ ആരോ നൽകിയ സഹായധനം മണിക്കൂറുകൾക്കുള്ളിൽ ബാങ്ക് പിടിച്ചെടുത്ത കഥയാണ് സിജോ തോമസിന് പറയാനുള്ളത്. ഉരുൾപൊട്ടലിൽ ഏകവരുമാനമായ കട തകർന്നതോടെ ജീവിതം വഴിമുട്ടിയ വിലങ്ങാട് മഞ്ഞച്ചീളി സ്വദേശി സിജോ തോമസിന് പ്രദേശവാസി 15,000 രൂപ സഹായം നൽകിയിരുന്നു. ഈ പണമാണ് കേരള ഗ്രാമീൺ ബാങ്ക് പിടിച്ചെടുത്തത്. ബാങ്കിൽ സിജോയ്ക്ക് വായ്പയുണ്ടായിരുന്നു. 14-ന് സിജോയുടെ അക്കൗണ്ടിലെത്തിയ പണം അന്ന് തന്നെ തിരിച്ചടവിനത്തിൽ കേരള ഗ്രാമീൺ ബാങ്ക് ഈടാക്കി. ബാങ്കിൽ പോയിട്ട് മാനേജറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, അത് സിസ്റ്റത്തിൽ അങ്ങനെ ആക്കിയിട്ടേക്കുന്നതാണ്. അപ്പോൾ അത് ബാങ്കിൻ്റെ ഇതിൽ തന്നെ സിസ്റ്റം വലിച്ചു പോകുന്നതാണ്, നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരുന്ന പൈസ സിസ്റ്റം വലിച്ചു പോകുന്നതാണ്. പരാതിയുമായി ബാങ്ക് അധികൃതർക്ക് മുന്നിലെത്തിയെങ്കിലും സ്വാഭാവിക നടപടിയെന്നായിരുന്നു മറുപടി. തുടർന്ന് ഇന്ന് രാവിലെയോടെ ബാങ്കിന്റെ വിലങ്ങാട് ശാഖയിലെത്തി സിജോ പരാതി എഴുതി നൽകി. അതിനിടെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ ബാങ്കിന് മുന്നിലേക്കെത്തി.
പിന്നാലെയാണ് പണം തിരികെ നൽകാനുള്ള കേരള ഗ്രാമീൺ ബാങ്കിന്റെ തീരുമാനം. ഈടാക്കിയ 15,000 രൂപയും സിജോയുടെ അക്കൗണ്ടിൽ തിരികെ നിക്ഷേപിച്ചു. 24 കോഴിക്കോട്. സ്വാഭാവിക നടപടി എന്ന് പറഞ്ഞ് കൈകഴുകുകയായിരുന്നു ബാങ്ക് അധികൃതർ ആദ്യം ചെയ്തത്. നടപടി വാർത്തയായതിനു പിന്നാലെയാണ് തെറ്റുതിരുത്തൽ. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്.